ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2020 ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമ ഏതാണ്? ദർ ഇസ് നോ ഈവിൾ ആണ് കേട്ടോ. 2020 ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമ ഏതാണ്? ദർ ഇസ് നോ ഈവിൾ. ബെർലിൻ, ലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിൻ അങ്ങനെയായിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ സിന്നും ഈവിളും ഒക്കെ ആയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2020 ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമ ഏതാണ്? ദർ ഇസ് നോ ഈവിൾ ആണ്. 2020 ടൊറൻറ്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടിയാരാണ്? പ്രിയങ്ക ചോപ്ര. ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ടൊറൻറ്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടിയാരാണ്? പ്രിയങ്ക ചോപ്ര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020 JCB പുരസ്കാര ജേതാവാരാണ്? എസ് ഹരീഷ് ആണ്. 2020 JCB പുരസ്കാര ജേതാവാരാണ്? എസ് ഹരീഷ്. അപ്പോൾ JCB എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് JCBയിൽ ഇത്തിരി കരിയായി എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം. കരി കേട്ടോ. അപ്പോൾ എസ് ഹരീഷിനാണ് 2020 JCB പുരസ്കാര ജേതാവ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് NIFM ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് NIFM ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? അരുൺ ജെയ്റ്റ്ലിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020 മാർച്ചിൽ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? ഋഷികേശാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലെ ഋഷികേശാണ്. 2020 മാർച്ചിൽ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? ഋഷികേശാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. യോഗ എന്നൊക്കെ പറയുമ്പോൾ ഋഷിമാരാണ് യോഗയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കാം. 2020 ഏപ്രിൽ 6 അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ MK അർജുനന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വർഷം എന്നാണ്? 2017. ഭയാനകമാണ് കേട്ടോ. അടുത്ത് നോക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമേറിയ ചരക്ക് ട്രെയിൻ ഏതാണ്? ശേഷ്നാഗ് ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമേറിയ ചരക്ക് ട്രെയിൻ ഏതാണ്? ശേഷ്നാഗ്. കോവിഡ് വാക്സിൻ അംഗീകാരം നൽകുന്ന ആദ്യ രാജ്യം ഏതാ? റഷ്യയാണ് കേട്ടോ. കോവിഡ് വാക്സിന് അംഗീകാരം നൽകുന്ന ആദ്യ രാജ്യം ഏതാണ്? റഷ്യയാണ്. അടുത്ത് നോക്കാം. COVID-19 ലോക്ക്ഡൗൺ സമയത്ത് വിദേശത്ത് കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനായി നാവികസേന നടത്തിയ ദൗത്യം സമുദ്ര സേതു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. COVID-19 ലോക്ക്ഡൗൺ സമയത്ത് വിദേശത്ത് കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനായി നാവികസേന നടത്തിയ ദൗത്യം ഏതാണ്? സമുദ്ര സേതു. അടുത്ത് നോക്കാം. ട്രിപ്പ് അഡ്വൈസർ തിരഞ്ഞെടുത്ത 2020 ലോകത്തെ ഏറ്റവും മികച്ച ട്രെൻഡിങ് വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കൊച്ചിയാണ് കേട്ടോ. ട്രിപ്പ് അഡ്വൈസർ തിരഞ്ഞെടുത്ത 2020 ലോകത്തെ ഏറ്റവും മികച്ച ട്രെൻഡിങ് വിനോദസഞ്ചാര കേന്ദ്രമാണ് കൊച്ചി. അതേസമയം ടൂറിസ്റ്റിൽ നിന്ന് ഏറ്റവും അധികം വരുമാനം കിട്ടുന്ന സംസ്ഥാനം ഏതാണ്? ഗോവയാണ് കേട്ടോ. അടുത്ത് നോക്കാം. 2020 മാർച്ചിൽ ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് നാഷണൽ ചമ്പൽ സാങ്ച്വറിയാണ് കേട്ടോ. എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 2020 മാർച്ചിൽ ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് നാഷണൽ ചമ്പൽ ആണ്. എവിടെയാണ്? മധ്യപ്രദേശ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. സെൻസിറ്റീവ് ഒക്കെ ആവണത് മദ്യമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ എന്നുള്ള രീതിയിൽ നമുക്ക് മധ്യപ്രദേശ് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ചമ്പൽ സാങ്ച്വറിയും കൂടെ ഓർത്തു വയ്ക്കാം. അടുത്ത് നോക്കാം. 2020 ONV സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? ലീലാവതിയാണ്. 2020 ONV സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? ലീലാവതി. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺ നിലവിൽ വന്ന വർഷം ഏതാണ്? 2020 ആണ്. നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് നിലവിൽ വന്ന വർഷം ഏതാണ്? 2020. അടുത്ത് നോക്കാം. 2020 MVR ട്രസ്റ്റ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സുഗതകുമാരിക്കാണ് 2020 MVR ട്രസ്റ്റ് അവാർഡ് ലഭിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ നമസ്തേ. എല്ലാവർക്കും അറിയായിരിക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ നമസ്തേ. ഷേക്ക് ഹാൻഡ് കൊടുക്കാണ്ട് നമസ്തേ കൊടുക്കുക. ഓക്കെ. അടുത്ത് നോക്കാം. 2020 പൽപു ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയതാരാണ്? വിജയരാഘവനാണ്. 2020 പൽപു ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയതാരാണ്? വിജയരാഘവൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. പൽപു എന്ന് പറയുമ്പോൾ പൂവ് ആലോചിക്കാം. പൂവൊക്കെ നമ്മൾ കൊടുക്കുന്നത് ആരെങ്കിലുമൊക്കെ വിജയിക്കുമ്പോഴല്ലേ. അപ്പോൾ 2020 പൽപു ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയതാരാണ്? വിജയരാഘവൻ. 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണ്? പൂനെയാണ് കേട്ടോ. 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണ്? പൂനെ. 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ജേതാക്കളാരാണ്? മഹാരാഷ്ട്ര. അപ്പോൾ 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി പൂനെയും ജേതാക്കളാരാണ്? മഹാരാഷ്ട്രയാണ്. അടുത്ത് നോക്കാം. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണ്? ഗുവാഹത്തി, ആസാമിലാണ് കേട്ടോ. 2020 കാര്യമാണ് പറയുന്നത്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ഏതാണ്? ഗുവാഹത്തി, ആസാമിലാണ്.
2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ ആരാണ്? മഹാരാഷ്ട്ര. അപ്പോൾ 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ജേതാക്കളും 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ജേതാക്കളും ആരാണ്? മഹാരാഷ്ട്രയാണ്. 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ഏതാണ്? ഹരിയാന. 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണ്? ഹരിയാനയാണ്. അടുത്ത് നോക്കാം. പ്രഥമ കേരള യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഒന്നാമതെത്തിയ സർവകലാശാല ഏതാണ്? പഞ്ചാബ് സർവകലാശാലയാണ് കേട്ടോ. പ്രഥമ കേരള യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഒന്നാമതെത്തിയ സർവകലാശാല ഏതാണ്? പഞ്ചാബ് സർവകലാശാല. ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്ത് നോക്കാം. കാലാവസ്ഥ വ്യതിയാനവുമായി സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? കൊച്ചിയാണ്. കാലാവസ്ഥ വ്യതിയാനവുമായി സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? കൊച്ചി. മയക്കമരുന്ന് ഉപയോഗം തടയുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? യോദ്ധാവ്. അപ്പോൾ ഒരു യോദ്ധാവിനെ പോലെ നമ്മൾ മയക്കമരുന്നിനെതിരെയൊക്കെ ഒന്ന് പോരാടണം എന്നുള്ള രീതിയിൽ നമുക്ക് അതൊന്ന് ആലോചിക്കാം കേട്ടോ. അപ്പം മയക്കമരുന്ന് ഉപയോഗം തടയുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. അടുത്ത് നോക്കാം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് 2020 നിശാഗന്ധി പുരസ്കാരം നേടിയതാർക്കാണ്? CP ചന്ദ്രശേഖരൻ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് 2020 നിശാഗന്ധി പുരസ്കാരം നേടിയതാരാണ്? CP ചന്ദ്രശേഖരൻ. അപ്പം നിശ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചന്ദ്രനുമായിട്ട് കണക്ട് ചെയ്യാലോ. നിശാഗന്ധി പുരസ്കാരം നേടിയതാരാണ്? CP ചന്ദ്രശേഖരൻ. ഏത് വർഷത്തിലാണ്? 2020. ആത്മഹത്യ നിരക്കിൽ രാജ്യത്ത് ഏറ്റവും മുന്നിലുള്ള നഗരം ഏതാണ്? കൊല്ലമാണ്. ആത്മഹത്യ നിരക്കിൽ രാജ്യത്ത് ഏറ്റവും മുന്നിലുള്ള നഗരം ഏതാണ്? കൊല്ലം. ഓരോ കൊല്ലവും ആത്മഹത്യ നടക്കാറുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം. കേരള സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാരം 2019 നേടിയതാരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാരം 2019 നേടിയതാരാണ്? ശാന്ത ഗോഖലെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. അമ്മന്നൂർ എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മ ആലോചിക്കാം. അമ്മ ശാന്തയാണെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കൂടെ കണക്ട് ചെയ്യാം. കേരള സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാരം 2019 നേടിയതാരാണ്? ശാന്ത ഗോഖലെ. 2019 ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ്? രോഹിത് ശർമ്മ. 2019 ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ്? രോഹിത് ശർമ്മയാണ്. 2020 വയലാർ അവാർഡ് ജേതാവാരാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. പല വീഡിയോകളിലും ഞാനത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 2020 വയലാർ അവാർഡ് നേടിയ ജേതാവാരാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. 2021 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വാർഷിക ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ് കേട്ടോ. 2021 ലോക സാമ്പത്തിക ഫോറത്തിന് വാർഷിക ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. അടുത്ത് നോക്കാം. 2019 ഫിഫ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയതാരാണ്? മെസ്സിയാണ് കേട്ടോ. നിലവിലെ കേരളത്തിലെ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? H വെങ്കടേശ്വര ലു. ഒന്നുകൂടി പറയാം. നിലവിലെ കേരളത്തിലെ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? H വെങ്കടേശ്വര ലു. അടുത്ത് നോക്കാം. 2010 ഓഗസ്റ്റിൽ ആരംഭിച്ച കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനൽ ഏതാണ്? സഭാ TV ആണ് കേട്ടോ. 2010 ഓഗസ്റ്റിൽ ആരംഭിച്ച കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലാണ് ഏതാണ്? സഭാ TV. ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാലയാണ് ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല. അടുത്ത് നോക്കാം. വെനീസ് ഫിലിം ഫെസ്റ്റിവൽ 2020 മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നോമാലാൻഡ് ആണ് കേട്ടോ. വെനീസ് ഫിലിം ഫെസ്റ്റിവൽ 2020 മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നോമാലാൻഡ്. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏതാണ്? ജലസമാധി. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏതാണ്? ജലസമാധി. അടുത്ത് നോക്കാം. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? ഋതിക പാണ്ഡെയാണ്. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? ഋതിക പാണ്ഡെ. അപ്പം പണ്ട് മുതലേ വെൽത്ത് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ചോളൂ കേട്ടോ. 2020 കോമൺവെൽത്ത്. ഓക്കെ. ഋതിക പാണ്ഡെ. കേരളത്തിൽ പുതുതായി ആരംഭിച്ച ഭക്ഷ്യസുരക്ഷാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാരാണ്? KV മോഹനകുമാറാണ് കേട്ടോ. കേരളത്തിൽ പുതുതായി ആരംഭിച്ച ഭക്ഷ്യസുരക്ഷാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാരാണ്? KV മോഹനകുമാർ.
കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? വൈശാഖനാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? വൈശാഖൻ. കേരള സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം 2020 നേടിയത് ആരാണ്? എൽ സുബ്രഹ്മണ്യം. കേരള സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം 2020 നേടിയത് ആരാണ്? എൽ സുബ്രഹ്മണ്യമാണ് കേട്ടോ. കേരള സർക്കാരിൻ്റെ നിലവിലെ ചീഫ് വിപ്പ് ആരാണ്? കെ രാജൻ. കേരള സർക്കാരിൻ്റെ നിലവിലെ ചീഫ് വിപ്പ് ആരാണ്? കെ രാജനാണ്. അടുത്ത് നോക്കാം. കേരളത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതി ഏതാണ്? സിൽവർ ലൈൻ. കേരളത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതി ഏതാണ്? സിൽവർ ലൈൻ. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണത്? തിളച്ച മണ്ണിൽ കാൽനടയായി പുതുശ്ശേരി രാമചന്ദ്രൻ്റെയാണ് കേട്ടോ. തിളച്ച മണ്ണിൽ കാൽനടയായി പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ആത്മകഥയാണ്. അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരനും കൂടിയാണ് പുതുശ്ശേരി രാമചന്ദ്രൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എക്സാം ഉള്ളവരെല്ലാവരും ശ്രദ്ധിച്ച് എക്സാം എഴുതുക. എന്തായാലും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതേപോലെ തന്നെ എക്സാം ടഫാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ടഫാവുമെന്ന് തന്നെ വിചാരിക്കുക. ആവശ്യമില്ലാതെ നെഗറ്റീവ്സ് കയറി അറ്റൻഡ് ചെയ്യാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം ചെയ്യുക. ഓക്കെ, ബൈ.